നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃത്താലയിൽ എക്സൈസിന്റെ നേതൃത്വത്തിൽ വൻ കഞ്ചാവ് വേട്ട. ബൈക്കിൽ കടത്തിയ 2 കിലോഗ്രാം കഞ്ചാവുമായി 2 പേർ പിടിയിൽ. അസം സ്വദേശികളാണ് പിടിയിലായത്. പ്രായപൂർത്തിയാവാത്ത 3 പെൺകുട്ടികളെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ ആൾ അറസ്റ്റിൽ. ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശി രാഹുൽ കൃഷ്ണനാണ് അറസ്റ്റിലായത്. പെൺകുട്ടികളുടെ ചിത്രം മോർഫ് ചെയ്ത് ഭീഷണിപ്പെടുത്തിയെന്നും കേസ്. തൂതപ്പുഴയ്ക്ക് കുറുകെ പുതിയൊരു റെഗുലേറ്ററിന്റെ നിർമ്മാണം കൂടി ആരംഭിക്കുന്നു. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 29.48 കോടി രൂപ ചിലവിൽ തിരുവേഗപ്പുറയിലാണ് റെഗുലേറ്റർ നിർമ്മിക്കുന്നത്. ഈ മാസം നിർമ്മാണം തുടങ്ങും. അമ്പലപ്പാറ ചുനങ്ങാട് വാഴകൃഷികൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു. 150ഓളം വാഴകളാണ് പന്നികൾ നശിപ്പിച്ചത്. ഓണവിപണി ലക്ഷ്യമിട്ടിറക്കിയ വാഴകൃഷിയാണ് നശിച്ചത്. രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾക്ക് വേദിയൊരുക്കാൻ ഒറ്റപ്പാലം നഗരത്തിൽ വിഭാവനം ചെയ്യുന്ന സാംസ്കാരിക നിലയം പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. 4.51 കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. വാർത്തകളിലേക്ക് വിശദമായി. തൃത്താലയിൽ എക്സൈസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ കഞ്ചാവ് വേട്ട. ഇരുചക്രവാഹനത്തിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന 2 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. തൃത്താല എക്സൈസ് ഇൻസ്പെക്ടർ എം യൂനസിന്റെ നേതൃത്വത്തിൽ തൃത്താല VK കടവ് റോഡിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുചക്രവാഹനത്തിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന 2 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത്. തൃത്താല, കൂറ്റനാട് പ്രദേശങ്ങളിലെ ഇതര സംസ്ഥാന തൊഴിലാളികളെയും യുവാക്കളെയും ലക്ഷ്യം വെച്ച് കഞ്ചാവ് കച്ചവടം നടത്തി വരികയായിരുന്നു. ആസാം സ്വദേശികളായ മിറാസുൽ ഇസ്ലാം, റസീദുൽ ഇസ്ലാം എന്നിവരാണ് അറസ്റ്റിലായത്. പ്രദേശത്തെ വിവിധ ചെറുപ്പക്കാർ ഇവരുടെ കയ്യിൽ നിന്നും കഞ്ചാവ് വാങ്ങിക്കാറുണ്ടെന്നും ചോദ്യം ചെയ്യലിൽ ഇവർ സമ്മതിച്ചു. കുറച്ചുനാളായി ഇവർ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർ KA മനോഹരൻ, പ്രിവന്റീവ് ഓഫീസർ VP മഹേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ P അരുൺ, K നിഖിൽ, ഫ്രെനറ്റ് ഫ്രാൻസിസ്, കവിത റാണി, EV അനീഷ് എന്നിവർ പങ്കെടുത്തു. പ്രായപൂർത്തിയാവാത്ത 3 പെൺകുട്ടികളെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ ഒറ്റപ്പാലം സ്വദേശി അറസ്റ്റിൽ. പാലപ്പുറം സ്വദേശി രാഹുൽ കൃഷ്ണനെയാണ് പോക്സോ വകുപ്പ് ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാവാത്ത 3 പെൺകുട്ടികളെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുകയും ഇവരുടെ ഫോട്ടോകൾ മോർഫ് ചെയ്ത് ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ്. പാലപ്പുറം പല്ലാർമംഗലം ചാത്തൻ പിലാക്കൽ വീട്ടിൽ 23-കാരനായ രാഹുൽ കൃഷ്ണയെയാണ് പോക്സോ വകുപ്പുകൾ ചുമത്തി ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 പരാതികളിലായി 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൂതപ്പുഴയ്ക്ക് കുറുകെ പുതിയൊരു റെഗുലേറ്ററിന്റെ നിർമ്മാണം കൂടി ആരംഭിക്കുന്നു. തിരുവേഗപ്പുറയിലാണ് നടപ്പാതയോട് കൂടിയ റെഗുലേറ്റർ വരുന്നത്. ഈ മാസം തന്നെ നിർമ്മാണം തുടങ്ങും. നിർദ്ദിഷ്ട സ്ഥലം മുഹമ്മദ് മൂസിൻ MLA യുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 29.48 കോടി രൂപ ചെലവിലാണ് തിരുവേഗപ്പുറ തൂതപ്പുഴയിൽ റെഗുലേറ്റർ നിർമ്മിക്കുക. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. ദർഗാസ് നടപടികൾ കഴിഞ്ഞിട്ട് 1 വർഷമായെങ്കിലും ഇപ്പോഴാണ് പ്രവൃത്തികൾ ആരംഭിക്കാൻ നടപടിയായത്. പ്രവൃത്തികൾക്ക് മുന്നോടിയായി മുഹമ്മദ് മൂസിൻ MLA യുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. തിരുവേഗപ്പുറ പുഴയിൽ സ്ഥിരം തടയണ വേണമെന്നത് ഏറെക്കാലത്തെ ആവശ്യമാണ്. വേനലിൽ താൽക്കാലിക തടയണ നിർമ്മിച്ചാണ് കുടിവെള്ള പദ്ധതികളിലേക്കുള്ള ജലലഭ്യത ഉറപ്പുവരുത്തിയിരുന്നത്. 2017 പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് തിരുവേഗപ്പുറ കാലടിക്കുന്നിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കാനാണ് സർക്കാർ വിഭാവനം ചെയ്തിരുന്നത്. ഇതിനായി ബജറ്റിൽ 16 കോടി രൂപയും വകയിരുത്തിയിരുന്നു. എന്നാൽ ഇതിന് കൂടുതൽ ഫണ്ട് വേണ്ടിവരുമെന്നതിനാൽ പദ്ധതി കിഫ്ബിയിലേക്ക് മാറ്റുകയായിരുന്നു. കിഫ്ബി റെഗുലേറ്റർ മാത്രമാണ് പരിഗണിച്ചത്. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ പൈലിപ്പുറം കാലടിക്കുന്നിനെയും മലപ്പുറം ജില്ലയിലെ ഇരുമ്പിളിയം പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചാണ് ഇപ്പോൾ റെഗുലേറ്റർ നിർമ്മിക്കാൻ നടപടിയായത്. ഈ മാസം തന്നെ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. ഈ കാലടിക്കുന്ന റെഗുലേറ്റർ കം ഫുട് ഓവർ ബ്രിഡ്ജ് അത് കിഫ്ബി വഴിയാണ് അതിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കിറ്റ്കിന്റെ നേതൃത്വത്തിലാണ് അതിന്റെ ഡിസൈനും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയത്. ആദ്യം 28 കോടി അനുവദിച്ചു. എന്നാൽ 29.2 കോടിയിലധികം തുകക്കാണ് അതിന്റെ TS ആയത്. ആ TS കഴിഞ്ഞതിന് ശേഷം അതിലും കുറഞ്ഞ എമൗണ്ടിലാണ് ഇപ്പോൾ കരാറുകാരൻ ടെൻഡർ എടുത്തിരിക്കുന്നത്. ആ ടെൻഡർ പൂർത്തീകരിച്ച് അഗ്രിമെന്റും വെച്ച് നിർമ്മാണം ആരംഭിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ ആയി. മാത്രമല്ല ഇപ്പോൾ നമ്മളെ
പട്ടാമ്പി മണ്ഡലത്തിൽ പൈലിപ്പുറം, തിരുവേപ്ര പഞ്ചായത്തിലെ പൈലിപ്പുറം ഭാഗം, അതോടൊപ്പം തന്നെ നമ്മുടെ ഇരുമ്പുളിയം പഞ്ചായത്ത്, കോട്ടക്കൽ മണ്ഡലത്തിൽ മലപ്പുറം ജില്ലയിലെ ഇരുമ്പുളിയം പഞ്ചായത്ത് കൊടുമുടിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ്, അതോടൊപ്പം തന്നെ പിന്നെ ഇറിഗേഷനും കുടിവെള്ളത്തിനും ഒക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു റെഗുലേറ്ററും കൂടിയാണ് വരുന്നത്. റെഗുലേറ്റർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം തടഞ്ഞു നിർത്താനും കഴിയും, അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് ഒഴിവാക്കാനും കഴിയുന്ന രീതിയിലാണ് റെഗുലേറ്റർ ആയിട്ട് തന്നെയാണ് ഇത് ഉള്ളത്. 100 മീറ്റർ നീളത്തിലും 2.5 മീറ്റർ വീതിയിലുമാണ് റെഗുലേറ്റർ നിർമ്മിക്കുക. 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും ഉണ്ടാകും. പുഴയിൽ 3 കിലോമീറ്ററോളം ദൂരത്തിൽ വെള്ളം സംഭരിക്കാൻ കഴിയും. ഇരു പഞ്ചായത്തുകളിലെയും 200 ഹെക്ടർ കൃഷിക്ക് ജലസേചനത്തിനും കുടിവെള്ളക്ഷാമ പരിഹാരത്തിനും പദ്ധതിയിലൂടെ സാധ്യമാകും. MLAക്കൊപ്പം കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ CA ജമാലുദ്ദീൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. അമ്പലപ്പാറ ചുനങ്ങാട് ഓണവിപണി ലക്ഷ്യമിട്ട് ഇറക്കിയ വാഴകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു. കർഷകനായ ചുനങ്ങാട് മനക്കൽപ്പടി താഴത്തേതിൽ ശിവശങ്കരന്റെ 150 വാഴകളാണ് ഒരു രാത്രി കൊണ്ട് പന്നികൾ നശിപ്പിച്ചത്. 3 മാസം പ്രായമായ വാഴകളെല്ലാം പന്നികൾ അടിയോടെ കുത്തിമറിച്ചിട്ട നിലയിലാണ് കാണപ്പെട്ടത്. ശിവശങ്കരൻ വീട്ടുവളപ്പിലെ അരേക്കർ സ്ഥലത്ത് 250 വാഴകളാണ് കൃഷി ചെയ്തിരുന്നത്. പന്നിശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തെങ്ങിൻ തൈകൾക്കിടയിലാണ് വാഴക്കന്നുകൾ നട്ടിരുന്നത്. ശിവശങ്കരന്റെ തന്നെ കതിരായ നെൽകൃഷിയും കാട്ടുപന്നികൾ നശിപ്പിച്ചിട്ടുണ്ട്. പുളിഞ്ചോട് പാടശേഖരത്തിൽ ഒരേക്കർ സ്ഥലത്തിറക്കിയിരുന്ന കൃഷിയിൽ അരേക്കറോളമാണ് പന്നികൾ നശിപ്പിച്ചത്. നശിപ്പിച്ച കൃഷി കൊയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണെന്നും രണ്ടിടത്തുമായി ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നും കർഷകനായ ശിവശങ്കരൻ പറഞ്ഞു. പന്നികളെ പിടികൂടാൻ ദൗത്യസംഘം എത്തിയിരുന്നെങ്കിലും ഒരു പന്നിയെ മാത്രമാണ് ലഭിച്ചതെന്നും ശിവശങ്കരൻ പറഞ്ഞു. കുറച്ച് ദിവസങ്ങളായി പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് കർഷകർ പറയുന്നു. രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾക്ക് വേദിയൊരുക്കാൻ ലക്ഷ്യമിട്ട് ഒറ്റപ്പാലം നഗരത്തിൽ വിഭാവനം ചെയ്യുന്ന സാംസ്കാരിക നിലയം പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. ടെൻഡർ നടപടി പൂർത്തിയായ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാലതാമസം കൂടാതെ തുടങ്ങും. ഈസ്റ്റ് ഒറ്റപ്പാലം പാലം പരിസരത്തും നഗരസഭാ മാർക്കറ്റ് കോംപ്ലക്സിന് സമീപത്തെ 62 സെന്റ് ഭൂമിയിലാണ് സാംസ്കാരിക നിലയം വിഭാവനം ചെയ്യുന്നത്. നിർമ്മാണത്തിന് മുന്നോടിയായി പദ്ധതി പ്രദേശം നിരപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. 4.51 കോടി രൂപ വിനിയോഗിച്ചാണ് നഗരത്തിന്റെ സ്വപ്ന പദ്ധതി നടപ്പാക്കുന്നത്. 2 നിലകളിലായി 1000 പേരെ ഉൾക്കൊള്ളാവുന്ന വിപുലമായ കെട്ടിടമാണ് നിർമ്മിക്കുക. മുൻവശത്ത് യാർഡ്, ഓപ്പൺ എയർ ഗാലറി, പാർക്കിംഗ് എന്നിവ കൂടിയും ഉൾപ്പെട്ടതാണ് പദ്ധതി. 2019 ഭരണാനുമതിയായ പദ്ധതി വർഷങ്ങളായി സാങ്കേതികത്വങ്ങൾ മൂലം നീളുകയായിരുന്നു. കഴിഞ്ഞ ജൂണിലാണ് സാങ്കേതിക അനുമതി ലഭിച്ചത്. 2018-19 വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് സാംസ്കാരിക നിലയത്തിന് തുക അനുവദിച്ചിരുന്നത്. നഗരത്തിൽ സമ്മേളനങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് നിലവിൽ സ്ഥിരം സംവിധാനമില്ല. ചെറിയ പരിപാടികൾക്ക് ഉപയോഗിച്ചിരുന്ന ഓപ്പൺ ഓഡിറ്റോറിയവും അറ്റകുറ്റപ്പണികളുടെ പേരിൽ മാസങ്ങളായി അടഞ്ഞുകിടപ്പാണ്. ഓപ്പൺ ഓഡിറ്റോറിയത്തിലെ പരിഹരിക്കാനാകാത്ത സ്ഥലപരിമിതി ഉൾപ്പെടെ പ്രശ്നങ്ങൾ പരിഗണിച്ചാണ് P. ഉണ്ണി MLA ആയിരുന്ന കാലത്ത് സാംസ്കാരിക നിലയം പദ്ധതിക്ക് രൂപം നൽകിയത്. അടുത്ത മാസത്തോടെ നടത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് വൈസ് ചെയർമാൻ K. രാജേഷ് പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭയിൽ 2018-19 ബഡ്ജറ്റ് പ്രകാരം, കേരള ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് പ്രകാരം 5.30 ലക്ഷം രൂപ ലഭ്യമായിട്ടുള്ള സാംസ്കാരിക നിലയം, അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. പ്രീ ക്വാളിഫിക്കേഷൻ ടെൻഡർ അംഗീകരിക്കേണ്ടത് ചീഫ് എഞ്ചിനീയർ ആയിരുന്നു. ആ അംഗീകാരവും ഇപ്പോൾ നേടിയെടുത്തിരിക്കുകയാണ്. തുടർന്ന് സെലക്ഷൻ നോട്ടീസ് കൈമാറുകയും വളരെ വേഗത്തിൽ വർക്ക് ആരംഭിക്കാൻ വേണ്ടി പോവുകയും സമയബന്ധിതമായി സാംസ്കാരിക നിലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കൊടക്കാട് 55-ാം മൈലിൽ വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിച്ച വേഗതാ നിയന്ത്രണ ക്യാമറകൾ കേടുവന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. റോഡരികിൽ വീണ ക്യാമറകൾ നന്നാക്കാനോ നീക്കം ചെയ്യാനോ അധികൃതർ തയ്യാറായിട്ടില്ല. AI ക്യാമറകൾ പോലെ ഇന്റലിജന്റ് അല്ലെങ്കിലും അമിത വേഗത നിയന്ത്രിക്കാനും അതുമൂലമുണ്ടാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാനും ഈ ക്യാമറകൾ സഹായിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 6 വർഷത്തോളമായി 55-ാം മൈലിലെ ക്യാമറകൾ നോക്കുകുത്തികളാണ്. വാഹനങ്ങൾ ഇടിച്ചും ദേശീയപാതയുടെ നവീകരണം നടക്കുന്ന സമയത്തും ക്യാമറകൾക്ക് ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു. എന്നാൽ ഇവ നന്നാക്കാൻ ബന്ധപ്പെട്ടവർ ആരും അന്ന് ശ്രമിച്ചില്ല. കോടിക്കണക്കിന് രൂപ മുടക്കി ഇന്ന് AI ക്യാമറകൾ സംസ്ഥാനത്ത് ഉടനീളം സ്ഥാപിച്ചു.
ട്രാഫിക് സുരക്ഷയ്ക്ക് വേണ്ടി വേറെയും ലക്ഷ്യങ്ങൾ നീക്കിവെക്കുമ്പോൾ ആയിരങ്ങൾ മുടക്കാൻ ഇല്ലാത്തതിൻ്റെ പേരിലായിരിക്കാം അന്ന് ഈ ക്യാമറകൾ തടഞ്ഞത്. പകുതി പൊട്ടിയ ക്യാമറകൾ, മറ്റു ഉപകരണങ്ങൾ, വൈദ്യുതി എത്തിക്കാനുള്ള കേബിളുകൾ തുടങ്ങി എല്ലാ സംവിധാനങ്ങളും ഇന്നും ഇവിടെ കാടും മൂടി കിടക്കുന്നു. ഇവ ഇനി നന്നാക്കി ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷെ നീക്കം ചെയ്യാൻ അധികൃതർക്ക് കഴിയും. അതെങ്കിലും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പാലക്കാട് ജില്ലാ ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാല സംസ്ഥാന ജനറൽ സെക്രട്ടറി KS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചെർപ്പശ്ശേരി സർവീസ് ബാങ്ക് ഹാളിൽ വെച്ചാണ് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പാലക്കാട് ജില്ലാ ശില്പശാല സംഘടിപ്പിച്ചത്. ജില്ലാ ശില്പശാല സംസ്ഥാന ജനറൽ സെക്രട്ടറി KS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. K ബാബു MLA അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി M ഹംസ, യൂണിയൻ ജില്ലാ സെക്രട്ടറി AV സുരേഷ്, E ചന്ദ്രബാബു, K രാധാകൃഷ്ണൻ, അബ്ദുൾ ഷുക്കൂർ, APM റഷീദ്, MK പ്രദീപ്, C രാഘവൻ എന്നിവർ പ്രസംഗിച്ചു. മോട്ടോർ മേഖല നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ ശില്പശാലയിൽ ചർച്ച ചെയ്തു. ജില്ലയിലെ 15 ഡിവിഷൻ കമ്മിറ്റികളിൽ നിന്നായി 200ഓളം പ്രതിനിധികൾ ശില്പശാലയിൽ പങ്കെടുത്തു. വാർഷിക പദ്ധതി ആസൂത്രണത്തിൽ വേണ്ടത്ര കൂടിയാലോചനകളില്ലെന്ന് ചെർപ്പശ്ശേരി നഗരസഭാ കൗൺസിലിൽ വിമർശനം. കൗൺസിലർമാരുടെ നിർദ്ദേശങ്ങൾക്ക് വില കൊടുക്കാത്ത ഇത്തരം യോഗങ്ങൾ പ്രഹസനമാണെന്നും പ്രതിപക്ഷ നേതാവ് KM ഇസഹാക്ക് പറഞ്ഞു. നമുക്കിതിൽ എന്തൊക്കെ പുതിയ നിർദ്ദേശങ്ങൾ വെക്കാം, എന്തൊക്കെ പുതിയ പദ്ധതികളെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കാം. ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന, ജനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായി നമുക്ക് തോന്നുന്ന, നമ്മുടെ പരിധിക്കാലത്ത് നിന്നിട്ട് ചെയ്യാൻ പറ്റുന്നതിനെ സംബന്ധിച്ച ഒരു ആലോചന ബഹുമാനപ്പെട്ട ചെയർമാന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഭരണസമിതിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് ഖേദകരമായ ഒരു വസ്തുതയാണ്. ഇത് പറയാതിരിക്കാൻ നിർവാഹം. മാത്രമല്ല, ഞാൻ എൻ്റെ അറിവനുസരിച്ച് ഞാൻ ആസൂത്രണ സമിതിയിലാക്കുകയാണ്. ആസൂത്രണ സമിതി യോഗം തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. രണ്ടാമത്തേത് ഈ വർക്കിംഗ് ഗ്രൂപ്പ് കഴിഞ്ഞ പ്രാവശ്യം കുറെ ആളുകളൊക്കെ വിളിച്ച് വിവരം അറിയിച്ചു. ഇപ്രാവശ്യം കൗൺസിലർമാർ പോലും അറിഞ്ഞിട്ടില്ല. സാധാരണ നമ്മളെ ഈ ഗ്രൂപ്പിലെ തള്ളാറുണ്ട്, അതും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതങ്ങനെ വർക്കിംഗ് ഗ്രൂപ്പ് അടക്കണ്ട്, കൗൺസിലർമാരെ നിങ്ങളൊക്കെ വരണം സ്ഥിതി നമ്മുടെ ഈ ഗ്രൂപ്പിലും ഉണ്ടായിട്ടില്ല. എന്നാൽ എല്ലാ അംഗങ്ങളെയും ആസൂത്രണ സമിതി യോഗത്തിലേക്ക് ക്ഷണിച്ചതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് അംഗങ്ങൾക്ക് അറിയിപ്പ് നൽകാൻ നിർദ്ദേശിച്ചിരുന്നതായും ചെയർമാൻ P രാമചന്ദ്രൻ പറഞ്ഞു. അംഗങ്ങളെ അറിയിക്കുന്നതിൽ വീഴ്ച പറ്റിയത് ശരിയല്ലെന്നും അത് പരിശോധിക്കേണ്ടതാണെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. യോഗത്തിന് കൗൺസിൽ വരാതെ ചോദിച്ചു, എവിടെ സ്ഥലം അറിയിച്ചിട്ടുണ്ട് എന്നാണ് എന്നോട് ആവശ്യമുണ്ട്. ആഫീസിൽ അറിയിക്കൾക്ക് തന്നെ ബന്ധപ്പെട്ട സെക്ഷനിൽ അറിയിക്കാൻ പറയാ. ഇന്നത്തെ വർക്കിംഗ് ഗ്രൂപ്പുകളടക്കം എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് എന്നാണ്. എന്തായാലും സെക്ഷനിൽ നിന്നാണ് അറിയിക്കാറുള്ളത്. എന്തായാലും ആസൂത്രണ സമിതി യോഗം ആസൂത്രണ സമിതി അംഗങ്ങൾ അറിയില്ല എന്നാൽ അത് ശരിയായിട്ടുണ്ട്. അത് പറ്റിയത് ഇതൊരു സെക്ഷനിൽ വിളിച്ചപ്പോൾ കിട്ടാതിരിക്കുകയും ചെയ്തതായിരിക്കാം. ഇന്നിപ്പോഴും വർക്കിംഗ് ഉപയോഗത്തിനും എല്ലാവരെയും വർക്കിംഗ് ഉപയോഗമൊക്കെ നമ്മൾ ആദ്യം തീരുമാനിച്ചതെന്ന് വെച്ചാൽ 5-ാം തീയതി ഇത് കഴിഞ്ഞു, 6-ാം തീയതി ഇത് വർക്കിംഗ് ഗ്രൂപ്പ് തീരുമാനിച്ചാൽ എന്നാൽ പോലും ഒന്ന് വിളിച്ചറിയിക്കുന്നതാണ്. അത് അത്തരം സമീപനം. പിന്നെ എന്നാൽ പല യോഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങൾ മനഃപൂർവ്വം ബഹിഷ്കരിക്കുന്നതായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP ഷമീജ് ഉന്നയിച്ച ആരോപണത്തിന് തങ്ങളുടെ കൗൺസിലർമാർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില നൽകുന്ന ഇത്തരം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്ന യോഗങ്ങൾ പരസ്യമായി തന്നെ ബഹിഷ്കരിക്കുമെന്നാണ് KM ഇസഹാക്ക് മറുപടി നൽകിയത്. ഇത് വർക്കിംഗ് ഗ്രൂപ്പ് ആണെങ്കിലും നഗരസഭയുടെ ആസൂത്രണ സമിതി ആണെങ്കിലും ഒക്കെ പല ഘട്ടങ്ങളിലും പല പരിപാടികളും ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് പല കൗൺസിലർമാരും
എടുക്കുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട്. അത് എന്തായാലും ഭാവിയിൽ അത്തരം പ്രവണതകൾ ഒഴിവാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വർഷത്തെ പദ്ധതിക്ക് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള ബോധ്യം പല കൗൺസിലർമാർക്കും ഉള്ളപ്പോൾ തന്നെ ഈ വർഷം ഈ പ്ലാറ്റ്ഫോമിനകത്ത് നഗരസഭയുടെ ഔദ്യോഗിക പരിപാടികൾക്കകത്ത് നമുക്ക് പങ്കെടുക്കാൻ കഴിയുമെന്നുള്ള ധാരണ കൂടി കൗൺസിലർമാർക്കുണ്ടാകും. ഞാൻ കൃത്യമായി കൃത്യസമയത്ത് കഴിയുന്നത് വരെ എല്ലാ പരിപാടികളിലും കഴിഞ്ഞ 3 വർഷക്കാലം സ്ഥിരമായി പങ്കെടുത്തിരുന്ന ആളാ. ബഹുമാനപ്പെട്ട ചെയർമാനിന്റെ ഞാൻ കൃത്യമായി പങ്കെടുത്തിരുന്ന ആളാ. പക്ഷെ ഞങ്ങൾ പറയുന്ന വാക്കുകൾക്ക്, ഞങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾക്ക്, ഞങ്ങൾ പറയുന്ന റിക്വസ്റ്റുകൾക്ക് പുല്ല് വിലയാണെങ്കിൽ ഞങ്ങളെ പ്രഹസനത്തിനില്ല എന്ന് തന്നെയാണ് തീരുമാനം. അതിന് സംശയമൊന്നും വേണ്ട. പിന്നെ നഗരസഭയിൽ നടപ്പിലാക്കാനിരിക്കുന്ന ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികൾ അംഗീകൃത ഏജൻസികളെ ഏൽപ്പിക്കാനും കൗൺസിൽ തീരുമാനമെടുത്തു. തിരുവിഴാംകുന്ന് GLP സ്കൂളിൽ എൻ ഷംസുദ്ദീൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാചകപ്പുര ഉദ്ഘാടനം ചെയ്തു. 10 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. എൻ ഷംസുദ്ദീൻ MLAയുടെ 2022-23 സാമ്പത്തിക വർഷത്തെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം MLA നിർവഹിച്ചു. നമ്മൾ വിനിയോഗിക്കുന്ന 1 രൂപ അതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് ഒരുപാട് വർഷത്തേക്കുള്ള ഒരു പ്രയോജനമാണ്. അപ്പോൾ മറ്റേത് കാര്യത്തിനും പഞ്ചായത്താവട്ടെ MLA ആവട്ടെ ഫണ്ട് വിനിയോഗിച്ചാൽ ഒരു റോഡ് ഉണ്ടാക്കിയാൽ 2 കൊല്ലത്തെ മഴ കഴിയുമ്പോൾ ആ റോഡ് ഒലിച്ചു പോകും. നമ്മളൊരു കെട്ടിടം ഉണ്ടാക്കിയാൽ കുറേ കാലം കഴിഞ്ഞാൽ കെട്ടിടം തകരും. അങ്ങനെ ഏത് വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാലും കുറച്ച് കാലമേ ഉള്ളത് അതിൻ്റെ ഡ്യൂറേഷൻ. എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് നമ്മളൊരു രൂപ വിനിയോഗിച്ചാൽ, നമ്മളൊരു പരിശ്രമം നടത്തിയാൽ, ഒരു ജനപ്രതിനിധി വിദ്യാഭ്യാസ രംഗത്ത് ഒരു വികസനം കൊണ്ടുവന്നാൽ അതിൻ്റെ പ്രയോജനം തലമുറകൾക്കാണ്. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി മണികണ്ഠൻ, കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫസീല സുഹൈൽ, ഒ ഇർഷാദ്, അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം MK ബക്കർ, AU C അബൂബക്കർ, പ്രധാന അധ്യാപകൻ M നാരായണൻ, BRC പരിശീലകൻ അബ്ബാസ്, PTA പ്രസിഡന്റ് ഉമ്മർ വയമ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ DYFI ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച നടപടിയിൽ പ്രതിഷേധം. BJP കടമ്പഴിപ്പുറം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്യാനി ജംഗ്ഷനിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധ പരിപാടി മണ്ഡലം ജനറൽ സെക്രട്ടറി N സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. തിരികെ കയറ്റുന്ന സമീപനമാണ് കേരളത്തിലെ സർവകലാശാലകളിൽ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് അർഹതപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ അതിന് മുഴുവൻ ക്വാളിഫിക്കേഷനുള്ള ആളുകളെ നിയമിക്കുന്ന സമയത്ത് CPMൻ്റെ DYFIയുടെയും ആളുകൾ ഗവർണർക്കെതിരെ മുദ്രാവാക്യം ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഗവർണർക്കെതിരെ ശക്തമായ സമരങ്ങൾ നടത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താ ഇവിടുത്തെ SFI ആണ് ഇതിന് സമരത്തിന് നേതൃത്വം നൽകിയിരുന്നത്. SFIയുടെ നേതാവ് ആർഷോ എല്ലാവർക്കും അറിയാവുന്നതാണ്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ടും അല്ലെങ്കിൽ കൊടും ക്രിമിനൽ ആയിട്ടുള്ള ആർഷോ പോലുള്ള ആളുകൾ ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് CPMും DYFIക്കാരും എന്താ പറഞ്ഞത്, ഡൽഹിയിൽ നിന്നും ഗവർണർ കേരളത്തിൽ വന്നാൽ കേരളത്തിൽ കാലുകുത്താൻ അയക്കില്ല, അല്ലെങ്കിൽ കോഴിക്കോടുള്ള യൂണിവേഴ്സിറ്റിയുടെ അകത്തളത്തിലേക്ക് അദ്ദേഹത്തെ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് പിണറായി വിജയനല്ല ഭരിക്കുന്നത്, പിണറായി വിജയനും അല്ലെങ്കിൽ സഖാക്കന്മാരും ഗോവിന്ദ മാഷൊക്കെ പറഞ്ഞാൽ കണ്ണിട്ട് കാണിക്കുന്ന ആളുകളല്ല. ആരിഫ് ഖാൻ അവിടെ വരികയും ഈ കേരളത്തിൻ്റെ മണ്ണിലൂടെ നടക്കുകയും ചെയ്തു. തടയാൻ ചങ്കൂറ്റമുള്ള DYFIക്കാരനോ SFIക്കാരനോ ഉണ്ടെങ്കിൽ വന്ന് തടയടാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആർജവത്തോടു കൂടി തന്നെയാണ് അത് ആ വഴിയിലൂടെ നടന്നു പോയത്. അന്നൊന്നും DYFIക്കാരനും ഒന്നും കണ്ടിട്ടില്ല. പ്രദേശത്ത് സമാധാനം തകർക്കാനുള്ള ശ്രമമാണ് CPMന്റെ അറിവോടെ നടത്തിവരുന്നതെന്നും ഗവർണറെ അപമാനിക്കുക വഴി ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് DYFI നടത്തിയിരിക്കുന്നതെന്നും BJP നേതാക്കൾ പറഞ്ഞു. സുബ്രഹ്മണ്യൻ തോട്ടിങ്ങൽ അധ്യക്ഷത വഹിച്ചു. രാജൻ കോട്ടപ്പടി, BJP ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് രവി കമ്പപ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി സന്തോഷ് P, സെക്രട്ടറി മഞ്ജു പ്രസാദ്, ബാലകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, രമേശ് എന്നിവർ നേതൃത്വം നൽകി.
വെജിറ്റബിൾ ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ കീഴിലുള്ള കർഷകർക്ക് നാമമാത്ര പലിശയ്ക്ക് കാർഷിക വായ്പ നൽകുന്നതായി അധികൃതർ ക്രെഡിറ്റ് ക്യാമ്പയിനിൽ അറിയിച്ചു. കൃഷിഭൂമിയുടെ നികുതി ചീട്ട് ഉറപ്പിന്മേൽ 3 ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുക. ക്രെഡിറ്റ് ക്യാമ്പയിൻ 2024 കോട്ടപ്പാടം സ്വാശ്രയ കാർഷക സമിതി ഹാളിൽ നടന്നു. സംസ്ഥാന സർക്കാർ മികച്ച ഉൽപാദനം ലക്ഷ്യമിട്ടാണ് ജില്ലയിലെ കർഷകർക്ക് 2% പലിശ നിരക്കിൽ വെജിറ്റബിൾ ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിലിന് കീഴിൽ കാർഷിക വായ്പ നൽകുന്നത്. കൗൺസിലിലെ അംഗങ്ങളായ കർഷകർക്കാണ് വായ്പ ലഭിക്കുക. വാഴ, കപ്പ, കാച്ചിൽ, കൂവ, ചേന, ചേമ്പ്, നാടൻ പച്ചക്കറി എന്നിവ കൃഷി ചെയ്യുന്നവർക്ക് മാത്രമാണ് സേവനം ലഭ്യമാകുക. കേരള ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് എന്നീ സ്ഥാപനങ്ങളാണ് വായ്പ നൽകുന്നത്. കോട്ടപ്പാടം സ്വാശ്രയ കർഷക സമിതി ഹാളിൽ നടന്ന ക്രെഡിറ്റ് ക്യാമ്പയിൻ 2024 കേരള ബാങ്ക് ബ്രാഞ്ച് മാനേജർ ജ്യോതി പുഴയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. VFPCK കോട്ടപ്പാടം സമിതി പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷനായി. ജില്ലാ ഡെപ്യൂട്ടി മാനേജർ കെ അബ്ദുൽ ബാരി, സി രാമൻകുട്ടി, സമിതി സെക്രട്ടറി കെ ഷാജി, സുജീഷ കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മണ്ണാർക്കാട് ചങ്ങലേരി മല്ലിയിൽ ജനകീയ കൂട്ടായ്മയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 2 വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചു. അകാലത്തിൽ മരിച്ച മല്ലിയിലെ യൂസഫിന്റെ ആശ്രിതരായ 2 കുടുംബങ്ങൾക്കാണ് വീടുകൾ സമർപ്പിച്ചത്. യൂസഫ് കുടുംബസഹായ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ കൂട്ടായ ശ്രമമാണ് വിജയം കണ്ടത്. യൂസഫിന്റെ അനുശോചന യോഗത്തിൽ നിർധന കുടുംബത്തെ സഹായിക്കാൻ യൂസഫിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും തീരുമാനിക്കുകയായിരുന്നു. കഷ്ടപ്പാടുകൾ മറ്റുള്ളവരെ അറിയിക്കാതെ ഉള്ളതുകൊണ്ട് സംതൃപ്ത ജീവിതം നയിച്ച യൂസഫ് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചത്. യൂസഫിനെ ആശ്രയിച്ചു കഴിയുന്ന 2 കുടുംബങ്ങൾക്ക് വീടൊരുക്കാനായിരുന്നു സമിതിയുടെ തീരുമാനം. മണ്ണാർക്കാട്ടെ വ്യവസായി മുല്ലാസ് ഷാജി 7 ലക്ഷം രൂപ നൽകി. ഇതോടെ സഹായ സമിതിക്ക് ആത്മവിശ്വാസമായി. ഒരു കച്ചവടം എങ്ങനെയാണ് തുടങ്ങുക, എങ്ങനെയാണ് അത് വിജയിപ്പിക്കുക എന്നുള്ളത് എന്നെ പഠിപ്പിച്ചത് എന്റെ പ്രിയങ്കരായ ഈ മല്ലിയിലെ കുറച്ച് പഴയ കാരണവന്മാരായ ആൾക്കാരാണ്. അതുകൊണ്ട് അവരോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അവരുടെയൊക്കെ ആ സ്നേഹവും അവരിൽ നിന്ന് എനിക്ക് കിട്ടിയ സപ്പോർട്ടും ഒക്കെ തന്നെയാണ് ഇന്ന് എന്നെ ഈ നിലയിൽ എത്തിച്ചതും. യൂസഫ് എന്ന് പറയുന്ന എന്റെ കൂടെ തന്നെ മുമ്പ് ജോലി ചെയ്തിരുന്ന അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾക്കായി ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും എന്റെ സുഹൃത്തുക്കളും എല്ലാം കൂടി എന്നെ സമീപിച്ചപ്പോൾ വളരെ ഈസി ആയിട്ട് എനിക്കത് ഏറ്റെടുക്കാൻ കഴിഞ്ഞു. ദൈവ സഹായത്താൽ അത് എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും ഇതുപോലുള്ള കാര്യങ്ങളും ഈ കൂട്ടായ്മയും ഇന്ന് മല്ലിയിൽ കാണുന്ന ഈ കൂട്ടായ്മ, ഈ സ്നേഹത്തിന്റെ കൂട്ടായ്മ, ഇത് മറ്റാളുകൾക്ക് ഒരു പ്രചോദനമാകട്ടെ. സമിതി അംഗങ്ങളും നാട്ടുകാരും ഒറ്റക്കെട്ടായി നടത്തിയ ശ്രമഫലമായി 10 ലക്ഷം രൂപ വീതം ചെലവിൽ 2 വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കി. നാടൊന്നാകെ കൈകോർത്തതിന്റെ അടയാളമായി 2 വീടുകൾ യാഥാർത്ഥ്യമായതിന്റെ സംതൃപ്തിയിലാണ് മല്ലി ഗ്രാമം. വീടുകളുടെ താക്കോൽദാനം മണ്ണാർക്കാട് ഡിവൈഎസ്പി VA കൃഷ്ണദാസും മുല്ലാസ് ഷാജിയും നിർവഹിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്തമാക്കുന്നതെന്ന് ഡിവൈഎസ്പി പറഞ്ഞു. മറ്റുള്ളവരുടെ വിഷമം ഏറ്റെടുക്കാൻ, അതിന് പരിഹാരം കാണാൻ നമ്മൾ ശ്രമിക്കാൻ നമുക്ക് വന്നിരിക്കുന്ന ബുദ്ധി വിശിഷ്ടമായ ഒന്നാണ് ബുദ്ധി എന്ന് പറയുന്നത്. അത് പ്രയോഗിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കാൻ മാറുന്നത്. മനുഷ്യരുടെ മറ്റു പല പ്രവർത്തികൾ കാണുമ്പോൾ നമ്മൾ മനുഷ്യനാണോ എന്ന് നമുക്ക് സംസ്കൃതി പോവുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പരിപാടി നമുക്ക് ഇതിലൊരു പള്ളിയുടെ ആഗ്രഹത്തിൽ നടക്കുന്ന തികച്ചും അത് നിരപേക്ഷമായിട്ടുള്ള ചടങ്ങാണ്. ഇതെല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. വളരെ സന്തോഷം. നമുക്ക് എല്ലാവർക്കും പ്രോത്സാഹിപ്പിക്കത്തക്കതായിട്ടുള്ള വളരെ സന്തോഷം നൽകുന്ന ഒരു പരിപാടിയാണ്. യഥാർത്ഥത്തിൽ ഇതാണ് നമ്മുടെ മുഖമെന്ന് പറയുന്നത്. നാടിന്റെ മുഖമെന്ന് പറയുന്നത് ഇതാണ്. മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ഘട്ടത്തിൽ സഹായിക്കാനുള്ള മനസ്സ് ഉണ്ടാകും. തീർച്ചയായിട്ടും അവിടെ നമുക്ക് ജാതിയോ മതമോ പ്രദേശമോ ഒന്നും നമുക്കുള്ള വിഷയമായിട്ട് മാറാതിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട. അതാണ് ഏറ്റവും വലിയ മനുഷ്യന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. മനുഷ്യനായി മാറുക എന്നത് ഏറ്റവും വലിയ കാര്യം. സഹായ സമിതി ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ പി കൃഷ്ണകുമാർ, ട്രഷറർ റഷീദ് മലിയിൽ ജുമാ മസ്ജിദ് ഖാസി, അനസ് അൻവരി, പോർക്കൊരിക്കൽ ഭഗവതി ക്ഷേത്രം മേൽശാന്തി അനീസ് ശർമ്മ, ഫാദർ ഫ്രെഡി, പഞ്ചായത്ത് അംഗം സിദ്ദീഖ് മലിയിൽ, സമിതി രക്ഷാധികാരി അസീസ് പച്ചേരി, സമിതി അംഗങ്ങളായ റഷീദ് പച്ചേരി, N അജീഷ് കുമാർ, ഉമ്മർ മലിയിൽ, മുഹമ്മദ് അലി പച്ചേരി, റഹീം ഹാജി മലിയിൽ, ഹരിദാസൻ കിണറത്ത് എന്നിവർ പ്രസംഗിച്ചു. താക്കോൽദാനത്തോടനുബന്ധിച്ച് സ്നേഹവിരുന്നും ഒരുക്കി. ഒരു ഇടവേള കൂടി.
വീണ്ടും വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഉജ്ജ്വല യോജന പദ്ധതിയിലൂടെ ലഭിച്ച സൗജന്യ ഗ്യാസ് കണക്ഷനുകൾ കുലിക്കല്ലൂരിൽ വിതരണം ചെയ്തു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെർപ്പശ്ശേരി സർവീസ് ബാങ്ക് ഹാളിൽ വെച്ചാണ് ഓട്ടോ, ടാക്സി, ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പാലക്കാട് ജില്ലാ ശില്പശാല സംഘടിപ്പിച്ചത്. ജില്ലാ ശില്പശാല സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. K. ബാബു MLA അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി M. ഹംസ, യൂണിയൻ ജില്ലാ സെക്രട്ടറി AV സുരേഷ്, E. ചന്ദ്രബാബു, K. രാധാകൃഷ്ണൻ, അബ്ദുൾ ഷുക്കൂർ, APM റഷീദ്, MK പ്രദീപ്, C. രാഘവൻ എന്നിവർ പ്രസംഗിച്ചു. മോട്ടോർ മേഖല നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ ശില്പശാലയിൽ ചർച്ച ചെയ്തു. ജില്ലയിലെ 15 ഡിവിഷൻ കമ്മിറ്റികളിൽ നിന്നായി 200ഓളം പ്രതിനിധികൾ ശില്പശാലയിൽ പങ്കെടുത്തു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി DYFI മണ്ണമ്പറ്റ മേഖല കാൽനട ജാഥ സംഘടിപ്പിച്ചു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്രാവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് DYFI മനുഷ്യച്ചങ്ങല. ഇതിന്റെ പ്രചരണാർത്ഥം തലയണക്കാട് നിന്ന് ആരംഭിച്ച ജാഥ വിവിധ കേന്ദ്രങ്ങളിലൂടെ നടത്തി പുളിയക്കാട്ട് തെരുവിൽ സമാപിച്ചു. സമാപന സമ്മേളനം DYFI സംസ്ഥാന കമ്മിറ്റി അംഗം M. രൺദീഷ് ഉദ്ഘാടനം ചെയ്തു. S. ബിനോഷ് ജാഥ ക്യാപ്റ്റനായി. A. രാജേഷ്, CM വിഷ്ണുമോഹനൻ, എബിൻ ബേബി, U. അജിത്, P. ശ്രീജിത്ത് എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ഇനി വാണിജ്യ വാർത്തകൾ. 3 പതിറ്റാണ്ടുകാലമായി വെള്ളിനേഴിയുടെ മുഖമുദ്രയായി പ്രവർത്തിക്കുന്ന അക്ബർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. K. പ്രേംകുമാർ MLA സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. മാളികപ്പുറം ഫെയിം ദേവനന്ദ വിശിഷ്ടാതിഥിയായി. വെള്ളിനേഴിയുടെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് 3 പതിറ്റാണ്ടുകാലം കൂട്ടായി നിന്ന അക്ബർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമാണ് ഞായറാഴ്ച തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. K. പ്രേംകുമാർ MLA നവീകരിച്ച സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വെള്ളിനേഴിയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിനം കൂടിയാണ്. ദീർഘകാലമായി വെള്ളിനേഴിയിൽ പ്രവർത്തിക്കുന്ന അൽ അക്ബർ ജ്വല്ലറി സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി പുതിയ സൗകര്യങ്ങൾ ഈ നാട്ടിൻപുറത്തെ ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന ദിവസമാണ്. നമുക്കറിയാം, ധാരാളം ജ്വല്ലറികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ജനങ്ങളുമായുള്ള നല്ല ബന്ധവും സൗഹൃദവും സൂക്ഷിച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് മുന്നോട്ട് പോകാൻ ജ്വല്ലറിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ആ പിന്തുണ നേടി മുന്നോട്ട് പോകാനാകട്ടെ. ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക്, മുന്നേറ്റത്തിന്, ഐശ്വര്യത്തിന് എല്ലാ നിലയിലുള്ള ആശംസകളും നേരുന്നു. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി കിസ്ന ഡയമണ്ട് സെക്ഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്യാനുള്ളൊരു ഭാഗ്യം കൂടി എനിക്കുണ്ടായിരുന്നു. തീർച്ചയായും അതിൻ്റെ വളർച്ചയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളിനേഴിയിൽ ഇത്രയും വളരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആദരണീയനായ MLA പ്രേംകുമാർ പറഞ്ഞതുപോലെ ജനങ്ങളുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് സാധാരണ ജനങ്ങളുടെ മനസ്സിലാക്കിയിട്ടുള്ള പ്രവർത്തനമാണ് അക്ബർ ജ്വല്ലറി കാഴ്ചവെക്കുന്നത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ O. ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. പാവപ്പെട്ടവരുടെ കല്യാണത്തിന്റെ സ്പോൺസർമാരാണ് ശരിക്കും ഇവര്. അവര് പേടിയില്ലാതെ കല്യാണം ഉറപ്പിക്കണത് ഇവര് ഇവിടെ ഉണ്ടാവുകൊണ്ടാണ്. കാരണം കടം വാങ്ങി കടം കൊടുത്തുകൊണ്ട് അവരുടെ കല്യാണ ആവശ്യങ്ങൾ നിറവേറ്റുകയും അത് വളരെ സൗഹാർദ്ദപരമായി പിറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയാണ് അവരുടെ കയ്യിലുള്ളത്. കോൺഗ്രസ് നേതാവ് ഗോവിന്ദൻകുട്ടി സിൽവർ സെക്ഷൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനം പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ ജ്വല്ലറി സ്വന്തം സമുച്ചയത്തിലെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. എന്തായാലും ഈ സ്ഥാപനം മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വ്യാപാരി വ്യവസായി ജില്ലാ ജനറൽ സെക്രട്ടറി K. ഹമീദ് PS. ഗോപകുമാറിന് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നടത്തി. മന്ദീഭവിച്ചു പോകുന്ന കാലഘട്ടത്തിൽ രോഗം തുമ്പെത്തി നിൽക്കുന്ന ഈ സമയത്ത്
ഗ്രാമപ്രദേശങ്ങളിലുള്ള ഉപഭോക്താക്കളുടെ വിശ്വാസ്യതയാണ് ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും മൂലകാരണമായി നിൽക്കുന്നത്. അതെന്തായാലും ഉൾനേരിയിലെ ജനങ്ങളുടെ വിശ്വാസ്യത ഈ സ്ഥാപനം പിടിച്ചുപറ്റി എന്ന് തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു രംഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിന് ഇനിയും വളരെ കാലം പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും മാളികപ്പുറം ഫെയിൻ ദേവനന്ദ വിശിഷ്ടാതിഥിയായി. വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. ഗോൾഡിൻ്റെയും ഡയമണ്ട്സിൻ്റെയും സിൽവറിൻ്റെയും ഏറ്റവും പുതിയ ഡിസൈനിലുള്ള വിശാലമായ കളക്ഷൻ തന്നെയാണ് അക്ബർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 2 നിലകളിലായി ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ BIS 916 HUID ഹോൾമാർക്കഡ് പരിശുദ്ധിയുടെ സ്വർണ്ണാഭരണ കളക്ഷനുകളാണ് അക്ബർ ഗോൾഡിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്തമായ ഡിസൈനുകളിലുള്ള നല്ലയിനം വെള്ളിയാഭരണങ്ങളും അക്ബർ ഗോൾഡിലുണ്ട്. കൂടാതെ 3000 രൂപ മുതൽ വില വരുന്ന ഡയമണ്ട് ആഭരണങ്ങൾ കിസ്ന ഡയമണ്ട് സെക്ഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസരണം സ്വർണം, വെള്ളി, ഡയമണ്ട്, പ്ലാറ്റിനം ആഭരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിനുള്ള സൗകര്യം അക്ബർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ലഭ്യമാണ്. പണിക്കൂലിയില്ലാത്ത ബുക്കിംഗ് സൗകര്യം, പഴയ സ്വർണം നൽകുമ്പോൾ ഉയർന്ന മൂല്യം, ഹോൾമാർക്കിംഗ്, BIS സർട്ടിഫൈഡ് തുടങ്ങി അംഗീകാരത്തിന്റെ ക്വാളിറ്റി മുദ്രകൾ, 100% കൃത്യത ഉറപ്പുവരുത്തുന്ന ആധുനിക വെയിങ് മെഷീൻ, സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ 100% മൂല്യം ഉറപ്പുവരുത്തുന്നു. കാലാനുസൃതം ഉപഭോക്താക്കൾക്ക് അനുസരിച്ചുള്ള ആകർഷകമായ സ്കീമുകൾ, അക്ബർ ഗോൾഡിൽ നിന്നും വാങ്ങുന്ന ആഭരണങ്ങൾക്ക് സൗജന്യ ആജീവനാന്തം മെയിൻ്റെനൻസ് സൗകര്യം തുടങ്ങിയ സവിശേഷതകൾ അക്ബർ ഗോൾഡിന്റെ പ്രത്യേകതയാണ്. എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി സ്ഥാപന ഉടമയായ അക്ബർ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃത്താലയിൽ എക്സൈസിന്റെ നേതൃത്വത്തിൽ വൻ കഞ്ചാവ് വേട്ട. ബൈക്കിൽ കടത്തിയ 2 കിലോഗ്രാം കഞ്ചാവുമായി 2 പേർ പിടിയിൽ. അസം സ്വദേശികളാണ് പിടിയിലായത്. പ്രായപൂർത്തിയാവാത്ത 3 പെൺകുട്ടികളെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ ആൾ അറസ്റ്റിൽ. ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശി രാഹുൽ കൃഷ്ണനാണ് അറസ്റ്റിലായത്. പെൺകുട്ടികളുടെ ചിത്രം മോർഫ് ചെയ്ത് ഭീഷണിപ്പെടുത്തിയെന്നും കേസ്. തൂതപ്പുഴയ്ക്ക് കുറുകെ പുതിയൊരു റെഗുലേറ്ററിന്റെ നിർമ്മാണം കൂടി ആരംഭിക്കുന്നു. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 29.48 കോടി രൂപ ചിലവിൽ തിരുവേഗപ്പുറയിലാണ് റെഗുലേറ്റർ നിർമ്മിക്കുന്നത്. ഈ മാസം നിർമ്മാണം തുടങ്ങും. അമ്പലപ്പാറ ചുനങ്ങാട് വാഴകൃഷികൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു. 150ഓളം വാഴകളാണ് പന്നികൾ നശിപ്പിച്ചത്. ഓണവിപണി ലക്ഷ്യമിട്ടിറക്കിയ വാഴകൃഷിയാണ് നശിച്ചത്.
രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾക്ക് വേദിയൊരുക്കാൻ ഒറ്റപ്പാലം നഗരത്തിൽ വിഭാവനം ചെയ്യുന്ന സാംസ്കാരിക നിലയം പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് 4.51 കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.